പുസ്തകങ്ങളുടെ വർണ്ണവിരുന്നൊരുക്കി ജില്ലാതല വായനാ സദസ്സിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. വായനയുടെ ശക്തിയും ജീവിത വിജയത്തിലെ അതിന്റെ പങ്കും വിദ്യാർത്ഥികളുമായി പങ്കുവച്ച് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന PN പണിക്കരുടെ സന്ദേശമുയർത്തി സംഘടിപ്പിക്കുന്ന വായനാ മാസാചരണത്തിന്റെയും വായനാ മഹോത്സവത്തിന്റെയും ഭാഗമായി ജില്ലാതല വായനാ സദസ്സിന് ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മളുടെ മുൻപിലുള്ള ആളുകളൊക്കെ കടന്നുപോയ സാഹചര്യത്തിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമായിട്ടാണ് നമ്മളടക്കമുള്ള ആളുകളൊക്കെ ഇത്രയും നാൾ പഠിച്ചു വന്നത്. ഒരു പക്ഷേ വിശപ്പിന് വേണ്ടി കരയുന്ന ഏതെങ്കിലും കുട്ടികൾ ഇപ്പോൾ ഉണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങളെല്ലാവരും ആ കാര്യങ്ങളിലൊക്കെ ഭാഗ്യവാന്മാരാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഈ മഴ കാണുമ്പോൾ MTയുടെ ആ ഒരു കഥയാണ് മനസ്സിലേക്ക് ഓർമ്മ വരിക. പിന്നെ ഓർമ്മ വരുന്നത് മഴ പെയ്യുമ്പോൾ മാമ്പഴം പറക്കാൻ പോയതും അതും ഇതൊക്കെയാണ്. ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നു വേനൽ മഴ പോലും തന്നെ കാര്യമായിട്ടൊന്നും കിട്ടാത്തത് കൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ വായന എന്ന് പറയുന്നത് ഇപ്പം ഞാനിങ്ങനൊരു കാര്യം പറഞ്ഞു, ചിലപ്പോൾ എന്നെക്കാളും നന്നായിട്ട് ഈ കഥ പറഞ്ഞു തരാൻ പറ്റുന്ന ആളുകൾ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഇടയിലുണ്ടാവും. പക്ഷെ അതിലൊക്കെ ഉപരിയാണ് നിങ്ങൾ ആ കഥ സ്വന്തമായിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം എന്ന് പറയുന്നത്. ഇതുപോലെ ഒത്തിരി കഥകൾ നിങ്ങൾക്ക് വായിക്കാനായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ എന്നുള്ള SK പൊറ്റക്കാടിൻ്റെ എനിക്കൊന്നും അത് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. നീലക്കൊടുവേലി തേടിപ്പോകുന്നൊരു കഥ ഇപ്പോൾ പഠിക്കാനുണ്ടോ? ഇല്ല അല്ലേ? അങ്ങനെ ഭയങ്കര രസമുള്ള കഥകളുണ്ട്. അതായത് നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികളുടെ കഥ പറയുന്ന ഒത്തിരി മനോഹരമായ കഥകൾ നമുക്ക് ചുറ്റുമുണ്ട്. നല്ല കവിതകളുണ്ട്. അതൊക്കെ നിങ്ങൾ വായിക്കണം. നിങ്ങൾ അങ്ങനെ വായിച്ചാൽ മാത്രമാണ് യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അവബോധം കിട്ടുകയുള്ളൂ. അപ്പം അങ്ങനെ നല്ല വായനാശീലമുള്ളവരായിട്ട് നിങ്ങൾക്ക് വളരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ കുഞ്ഞു കുട്ടികൾ ഇരിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ വായിക്കാറുണ്ടോ? എന്താ വായിക്കുന്നത്? ബാലരമ വായിക്കാറുണ്ടോ? കളിക്കുടുക്ക. അപ്പോൾ രസമാണ്. അപ്പോൾ ബാലരമയും കളിക്കുടുക്കയൊക്കെ വായിച്ചിട്ടാണ് ഞാനും തുടങ്ങിയത്. ഷെയ്രുവും എല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പ്രൈമറി വിദ്യാഭ്യാസം മുതൽ IAS ഉദ്യോഗസ്ഥയായി മാറിയ യാത്രയിൽ വായന നൽകിയ പ്രചോദനവും പിന്തുണയും വിദ്യാർത്ഥികളുമായി അവർ പങ്കുവച്ചു. എടത്തുരുത്തി ഗ്രാമപഞ്ചായത്ത് അംഗം VV സുവീഷ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ്, ആർട്ടിസ്റ്റും URF ഏഷ്യൻ റെക്കോർഡ്സ് ഹോൾഡറുമായ സെയ്ദ് ഷാഫി, സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സെയ്ദ് ഷാഫി വരച്ച ജില്ലാ കളക്ടറുടെ ഛായാചിത്രം ചടങ്ങിൽ സമ്മാനിച്ചു. വിദ്യാർത്ഥികൾ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മതിലുകൾ, സുധാമൂർത്തിയുടെ ഹൊറിഗല്ലു എന്നീ കൃതികളുടെ ആസ്വാദനക്കുറിപ്പുകളും കഥാപാത്രാവതരണവും സംഘടിപ്പിച്ചു. SSLC+2 പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെ ആദരിക്കുകയും വായനാ ദിനത്തോടനുബന്ധിച്ച് നടത്തിയ വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു. ഹൈക്കു മാഗസിനും സ്റ്റിക്കി പോസ്റ്ററുകളും ജില്ലാ കളക്ടർ പ്രകാശനം ചെയ്തു. ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു ജില്ലാതല പരിപാടി നടന്നത്. മീഡിയ ടൈം, കയ്പമംഗലം.